ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ന്യൂസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, സൂപ്പർ കപ്പ് ആരംഭിക്കാൻ പോവുകയാണ് ഒക്ടോബർ ലാസ്റ്റിലായിട്ട്. അപ്പോൾ അതിനെ തുടർന്ന് എല്ലാവർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസണും ആരംഭിക്കാൻ പോകുക എന്നുള്ള ന്യൂസൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 5 കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. മാർക്കസോ അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇക്കാര്യം. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ പേര് ലോണിൽ അതുപോലെ പല പ്ലേയേഴ്സും ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഒരു അൺസർട്ടനിറ്റി കാരണം എല്ലാ ക്ലബ്ബുകളും അവരുടെ ക്ലബ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സും നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് പ്ലേയേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടൊന്നും അതുകൊണ്ട് വന്നിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ സൂപ്പർ കപ്പ് വരാൻ പോവുകയാണ്. നല്ല പ്ലേയേഴ്സിനൊക്കെ സൈൻ ചെയ്തിട്ട് കാര്യം. അപ്പോൾ എല്ലാവർക്കും അറിയാം, സൂപ്പർ കപ്പ് വയ്ക്കുകയാണെങ്കിൽ AFC സ്പോട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് തന്നെ അതിനെ എടുക്കണം എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല സൈനിങ്സും കാര്യങ്ങളൊക്കെ ഇനി വരേണ്ടതുണ്ട്. നമ്മുടെ ഫോറിൻ പ്ലേയേഴ്സ് പോകുകയാണെങ്കിൽ പല ടീമുകളും ഫോറിൻ പ്ലേയേഴ്സിനൊക്കെ ഇതിൻ്റെ ഇടയിലും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അൺസർട്ടനിറ്റി നിലനിൽക്കുക. പക്ഷേ ബ്ലാസ്റ്റേഴ്സൊന്നും അത് നീക്കമൊന്നും നടത്തിയിട്ടില്ല. അതുപോലെ മറ്റു ക്ലബ്ബുകളുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ തന്നെ അഡ്രിയാൻ ലൂന, അതുപോലെ നോഹ സദോയി, ലഗാറ്റർ എന്നീ പ്ലേയേഴ്സൊക്കെ ബ്ലാസ്റ്റേഴ്സ് തന്നെ ഉണ്ട്. അവർക്കൊക്കെ കോൺട്രാക്റ്റ് ഉണ്ട് നിലവിൽ. അപ്പോൾ അവരൊക്കെ ഇവിടെ തന്നെ നിൽക്കാനാണ് സാധ്യത. അവരൊന്നും പറഞ്ഞു വിട്ടിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ ഇനി ബാക്കി ഫോറിൻ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാണ്ട്. അപ്പോൾ മാർക്കസ് മെർഗലോയുടെ ലേറ്റസ്റ്റ് ആയിട്ടൊരു ആരാധന ചോദിച്ചിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ്ങൾ പുതിയ സ്ട്രൈക്കറിനെയും അതുപോലെ ഡിഫൻഡറിനെയൊക്കെ സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ട് സൈൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കസ് പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സ് നിർത്തിവെച്ച പരിപാടികളൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് മൂവിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. മീൻസ് പുതിയ സൈനിങ് ആളെ തിരയിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ബിഫോർ സൂപ്പർ കപ്പിന് മുമ്പ് ഇതുപോലുള്ള സൈന്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് മാർക്കസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാര്യമായിട്ടുള്ള എന്തോ നടക്കുന്നുണ്ട്, അതിനുള്ള പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സൂപ്പർ കപ്പിന് മുമ്പോടിയായിട്ട് ഫോറിൻ പ്ലേയേഴ്സിന് സൈനിങ്ങൊക്കെ വരുമോ എന്നുള്ളത് ഇനി കണ്ടറിയാം. അപ്പോൾ എന്താണ് നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ.